നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമലയിൽ നിന്ന് കട്ടുപിടിച്ച് അടുത്ത തലമുറയ്ക്ക് കൊടുത്ത് കുഴിയിലേക്ക് പോയവർക്കും ഇപ്പോൾ രക്ഷയില്ല. അയ്യപ്പൻ എല്ലാറ്റിനെയും പൊക്കുന്നു. ഒരു വശത്ത് SIT, മറുവശത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അന്വേഷണ ഏജൻസികൾക്ക് പുറമെ മാധ്യമങ്ങളും തികഞ്ഞ ജാഗ്രതയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തൊട്ടയൽക്കാരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണാൻ സ്ഥിരമായി കടകംപള്ളി സുരേന്ദ്രൻ അന്ന് ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ ഇവിടെ വരുമായിരുന്നു. ശബരിമലയിൽ നടന്നത് കൂട്ടക്കൊള്ളയെന്ന് ഇന്നലെ ഹൈക്കോടതി ഒരിക്കൽ കൂടി ആവർത്തിച്ചു. കൊള്ളയടിച്ച് പുറത്തേക്ക് കടത്തിക്കൊണ്ടുപോയ സ്വർണം എവിടെ എന്ന ചോദ്യം ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് വീണ്ടും നമ്മൾ കേട്ടു. ആരാധിക്കുന്ന ദൈവത്തെ പോലും കൊള്ളയടിച്ചില്ലേ? സുപ്രീം കോടതിയുടെ രൂക്ഷമായ ചോദ്യം. N. വാസുവിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയും വലിച്ചെറിഞ്ഞു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, ജുവലറി ഉടമ ഗോവർദ്ധൻ തുടങ്ങിയവരുടെ ജാമ്യാപേക്ഷ ഇന്നലെയും വലിച്ചെറിഞ്ഞു ഹൈക്കോടതി. ഇവരുടെ ജാമ്യാപേക്ഷകൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ജസ്റ്റിസ് ബദറുദ്ദീൻ ഉയർത്തിയ ഒരു ചോദ്യം. ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കർദാസിന് ആശുപത്രിയിൽ തുടരാൻ മാത്രം ഗുരുതരമായ അസുഖമുണ്ടോ? ഇക്കാര്യം മെഡിക്കൽ ബോർഡ് ചേർന്ന് പരിശോധിക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു. ഇതിന്റെ വിശദമായ റിപ്പോർട്ട് ഈ മാസം 27-ാം തീയതി സമർപ്പിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. അയ്യപ്പന്റെ സ്വത്തുക്കൾ കൂട്ടം ചേർന്ന് കൊള്ളയടിച്ചു. ഇതിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം. SIT കണ്ടെത്തിയ രേഖകളിൽ നിന്ന് കൂട്ടക്കൊള്ള പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടുവെന്ന് കോടതി പറഞ്ഞു. 2 കേസുകളിലായി 4.147 കിലോ സ്വർണമാണ് കൊള്ളയടിച്ചത്. ഇതിൽ 475 ഗ്രാം സ്വർണം മാത്രമാണ് കണ്ടെടുക്കാൻ കഴിഞ്ഞത്. ബാക്കി സ്വർണം ഇവിടെ. A. പത്മകുമാർ മുൻ MLAയും ദേവസ്വം ബോർഡിന്റെ മുൻ അധ്യക്ഷനുമാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തെ സ്വാധീനിക്കാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു. ജാമ്യം നൽകാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി തീർത്തു പറഞ്ഞു. ഗോവർദ്ധൻ തനിക്ക് സ്വർണം ലഭിച്ചുവെന്നും ഇതിന്റെ വില നൽകിയെന്നും സമ്മതിക്കുന്നു. എന്നാൽ ഇത്ര വലിയ കുറ്റകൃത്യത്തിലെ അന്വേഷണം നടക്കുമ്പോൾ ജാമ്യം അനുവദിക്കാൻ കഴിയില്ല. മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ നേരത്തെ തന്നെ നിരസിച്ചതാണ്. അകത്ത് കിടക്കട്ടെ. ഹൈക്കോടതിയുടെ മുന്നിൽ KP ശങ്കർദാസിന്റെ ജാമ്യാപേക്ഷയില്ല. എങ്കിലും കോടതി ശങ്കർദാസിനെ കുറിച്ച് വിശദമായി പ്രതിപാദിച്ചു. ശങ്കർദാസിന്റെ അറസ്റ്റ് നേരത്തെ ആശുപത്രിയിൽ വെച്ച് രേഖപ്പെടുത്താമായിരുന്നു. എന്നിട്ടും ജനുവരി 4-ന് മാത്രമാണ് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്തത്. ഈ കേസ് കേവലം ഒരു കുറ്റകൃത്യമല്ല എന്ന് ഒരിക്കൽ കൂടി ഹൈക്കോടതി ഇന്നലെ ഓർമ്മപ്പെടുത്തി. ഭഗവാന്റെ സ്വത്ത് സംരക്ഷിക്കേണ്ടവർ തന്നെ അത് കൊള്ളയടിച്ച സംഭവമാണിത്. പഞ്ചാധിപത്യെ തപസ്സു ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്നാണ് കോടതി ചോദിച്ചത്. ഈ സിനിമാ ഗാനം ഇപ്പോൾ വലിയ ചർച്ചയാകുന്നു. ഒരു ദിവസം മുൻപാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും അടക്കം 21 ഇടങ്ങളിൽ അതിശക്തമായ പരിശോധനകളും റെയ്ഡുകളും തുടങ്ങിയത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനകൾ ഇപ്പോഴും തുടരുന്നു. പല വമ്പൻ സ്രാവുകളും വലയ്ക്കുള്ളിലേക്ക് വീഴുന്നു. ഒടുവിലിത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റഡാറിൽ കടകംപള്ളി സുരേന്ദ്രനും. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ആരായുമെന്നും ഏതെങ്കിലും തലത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളിയും തമ്മിൽ പണമിടപാടുകൾ നടന്നു എന്ന് തെളിഞ്ഞാൽ കടകംപള്ളിയെ തൂക്കിയെടുക്കുമെന്നും ED സൂചിപ്പിക്കുന്നു. ഇന്ന് നിയമസഭയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അതിശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷമിറങ്ങി. സഭ തുടങ്ങിയതോടെ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. SITക്ക് മേലുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം അവസാനിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാത്തതിൽ പ്രതിപക്ഷത്തെ പരിഹസിച്ചുകൊണ്ട് MP രാജേഷ് പ്രതികരണവുമായി എത്തി. അടിയന്തര പ്രമേയമുള്ള നോട്ടീസ് നൽകാൻ പ്രതിപക്ഷത്തിന് ഭയമാണ് എന്നായിരുന്നു രാജേഷിന്റെ പ്രതികരണം. എന്നാൽ പ്രതിപക്ഷ നേതാവ് രാജേഷിനെ വലിച്ചു കീറി. പ്രതിപക്ഷത്തിന് ഈ വിഷയം ചർച്ച ചെയ്യാൻ ഭയമാണ്, തിണ്ടമെടുക്ക് കാട്ടുകയാണ് എന്നാണ് രാജേഷ് പറഞ്ഞത്. എന്നാൽ തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഉയർന്നു കേട്ടത് സ്വർണം കട്ടവൻ ആരപ്പ എന്ന പാരഡി ഗാനം. ഇതോടെ മുഖ്യമന്ത്രിയുടെ മുഖം മ്ലാനമായി. എല്ലാ സംശയമുരയും കടകംപള്ളിയിലേക്ക് തിരിയുന്ന കാഴ്ച ഇന്ന് കേരളം കാണുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ താൻ പോയിട്ടുള്ളത് ഒരു തവണ മാത്രമാണ് എന്ന് കടകംപള്ളി ആവർത്തിക്കുന്നു. അതും ഉണ്ണികൃഷ്ണൻ പോറ്റി നിർബന്ധിച്ചതിനെ തുടർന്ന് ഒരു കുട്ടിയുടെ ചടങ്ങുമായി ബന്ധപ്പെട്ട്. ഔദ്യോഗിക വാഹനത്തിൽ ഗൺമാനൊപ്പമാണ് താൻ പോയത്.
പോറ്റിയെ നിരവധി തവണ ശബരിമലയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. 2025 വരെ പോറ്റിയെ കാണുന്നത് കളങ്കമില്ലാത്ത വ്യക്തി എന്ന നിലയിൽ പിന്നീടല്ലേ ശരിക്കുള്ള മുഖം വ്യക്തമായത് എന്ന് കടകംപള്ളി ചോദിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആക്രമണങ്ങൾ തന്റെ നേർക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചത് തന്നെയാണ്. കടകംപള്ളി മാധ്യമങ്ങൾക്ക് മുൻപിൽ നയം വ്യക്തമാക്കി. തന്നേക്കാൾ മുൻപ് പോറ്റിയുമായി ബന്ധമുണ്ടായിരുന്നത് ശബരിമലയിലെ തന്ത്രിക്കും മുൻ ദേവസ്വം മന്ത്രിക്കുമാണ് എന്നതായിരുന്നു എ പത്മകുമാറിന്റെ മൊഴി. ഇതിനെ തുടർന്നാണ് തന്ത്രിയിലേക്കും മന്ത്രിയിലേക്കുമൊക്കെ അന്വേഷണ മുന നീണ്ടത്. എല്ലാറ്റിനുമൊടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ സ്ഥിര സന്ദർശകനായിരുന്നു കടകംപള്ളി എന്ന് പോറ്റിയുടെ അയൽക്കാർ ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ റഡാറിലേക്ക് കടകംപള്ളി കൂടി വന്നതോടെ ഈ കേസ് കൂടുതൽ സങ്കീർണമായി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ കാണുന്നത് അതിശക്തമായ നീക്കങ്ങൾ. എ പത്മകുമാറിന്റെ സ്വത്തുവകകൾ കണ്ടുകെട്ടുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നീക്കങ്ങൾ ഇഡി തുടങ്ങിക്കഴിഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 1,30,00,000 രൂപ വില വരുന്ന സ്വത്തുക്കൾ ഇതിനകം തന്നെ കണ്ടുകെട്ടി. പോറ്റിയുടെയും ബന്ധുക്കളുടെയും ഒക്കെ സ്വത്തുക്കൾ അടക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിരിക്കുന്നത്. മുൻ ബോർഡ് പ്രസിഡന്റും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ എ പത്മകുമാറിന്റെ സ്വത്തുക്കളും ഇഡി കണ്ടുകെട്ടും. കവർച്ച ചെയ്യപ്പെട്ട സ്വർണത്തിന്റെ മൂല്യത്തിന് തത്തുല്യമായ തുകയ്ക്ക് ആനുപാതികമായാവും സ്വത്തുക്കൾ കണ്ടുകെട്ടുക. ഇഡി കൂടി കളത്തിലിറങ്ങിയതോടെ ഭയപ്പെട്ട് എൻ വാസു സുപ്രീം കോടതിയിലെത്തി. തന്റെ ആരോഗ്യസ്ഥിതിയും പ്രായവും കണക്കിലെടുക്കണം, ജാമ്യം തരണമെന്നാണ് സുപ്രീം കോടതിക്ക് മുൻപിൽ എൻ വാസുവിന്റെ കരച്ചിൽ. ഹൈക്കോടതിയിൽ നിന്ന് തുടർച്ചയായ തിരിച്ചടികളാണ് സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ എൻ വാസു സുപ്രീം കോടതിയിലെത്തി ജാമ്യാപേക്ഷയുമായി കരച്ചിൽ തുടർന്നാൽ സുപ്രീം കോടതിക്ക് എന്തെങ്കിലും അനുകമ്പയുണ്ടാകുമോ? മറുവശത്ത് കേരളത്തിൽ തീക്കുണ്ടമായി നിൽക്കുകയാണ് അന്വേഷണ സംഘവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും. പഞ്ചാതിമധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ? ഇന്നലെ ഹൈക്കോടതിയിൽ നമ്മൾ കേട്ട വരികൾ. ചെയ്തു കൂട്ടിയ പ്രവൃത്തികളുടെ പാപം പഞ്ചാതിമധ്യത്തിൽ നിന്നു തപസ് അനുഷ്ഠിച്ചാലും മാറില്ല എന്നാണ് ഈ വരികൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. 1992 പുറത്തിറങ്ങിയ അദ്വൈതം എന്ന സിനിമയിലെ ഗാനം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് MG രാധാകൃഷ്ണനാണ് ഈണമൊരുക്കിയത്. പഞ്ചാഗ്നി തപസ് എന്നാൽ അതികഠിന ശാരീരിക തപസ്സാണ്. സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, വായു, ജലം എന്നീ 5 പ്രകൃതി ശക്തികളെയുമാണ് ഇവിടെ അഗ്നികളായി കണക്കാക്കപ്പെടുന്നത്. ഈ 5 അഗ്നികളുടെ കഠിനമായ ശാരീരിക ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ടുള്ള തപസ്സാണിത്. പാപകർമ്മങ്ങൾക്ക് പരിഹാരം കാണാനും ആത്മീയമായ ഉന്നതി നേടാനും ഈ തപസ് സഹായകരമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ശാരീരികവും മാനസികവുമായ കഠിനമായ പരിശീലനത്തിന്റെ ഭാഗമാണ്, ധ്യാനത്തിന്റെ ഒരു രൂപമാണ്. ചുരുക്കത്തിൽ പഞ്ചാഗ്നി തപസ് എന്നത് പ്രകൃതിയിലെ 5 ഘടകങ്ങളുടെയും കഠിനതയെ സഹിച്ചുകൊണ്ട് ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിച്ച് ആത്മീയ ലക്ഷ്യങ്ങൾ നേടാനുള്ള ഒരു യജ്ഞമാണ്. പത്മകുമാറിനെയും വാസുവിനെയും ശങ്കർദാസിനെയും പോലുള്ള സ്വാധീന ശക്തിയുള്ള പ്രമുഖ വ്യക്തികളാണ് ഇരുമ്പഴിക്കുള്ളിൽ കിടന്ന് പിടയ്ക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതാ പുറത്ത് സർവ്വശക്തിയുമെടുത്ത് സംഹാര താണ്ഡവത്തിനായി കാത്തിരിക്കുന്നു. അതികഠിനമായ കാഴ്ചകൾ തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.